ഹലോ കുഞ്ഞുമക്കളെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മൾ മുംബൈയിൽ എത്തിയതാണ് കേട്ടോ. അപ്പോൾ മുംബൈയിൽ നമ്മൾ ഹോട്ടലിൽ ടീക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു റിട്ടേൺ ഗിഫ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പോയി എടുത്തിട്ട് വന്ന വിശേഷങ്ങളാണ് കേട്ടോ. അവരറിയാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഗിഫ്റ്റ് നമുക്ക് നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പൊ ടൈം എന്ന് പറയുന്നത് അതികൂട്ടൊക്കെ വിറച്ചിട്ടിരിക്കുക കേട്ടോ. അതെ ചിക്കു നോക്കി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് മുംബൈയിലോട്ടാണ്. അപ്പോൾ ക്രൂയിസിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഇപ്പോൾ 6:30 ആണ്. ഡാഡി കുളിക്കാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് വെക്കേറ്റിംഗ് ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് 7:45 ആണ് കേട്ടോ മോർണിംഗ്. പോവാടാ. അങ്ങനെ നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ടല്ല മുത്തേ, ദിസ് സൈഡ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മളാട്ടോ ഫസ്റ്റ് വരാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് വേഗം പോവണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ടൈം 6:30 കഴിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതേ മുംബൈ എയർപോർട്ടിൽ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടില്ല. അല്ല, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ. ഒരു മിനിറ്റ് അവിടെ വെച്ചോളൂ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഇതേ മുംബൈ പോർട്ടിലോട്ട് നമ്മൾ എത്താൻ പോവുകയാണ്. അതിക്കൊണ്ട് ഭയങ്കര തണുപ്പ് ഗൈസ്. ഇത് നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലടാ അതിക്കുട്ടന് ഇതൊന്നും വേണ്ട ഗൈസ്. പുള്ളിക്കാരൻ ചോക്കോസാണ് കഴിക്കണം. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അതേ ഞാൻ എന്തെല്ലാമോ എടുത്തിട്ടുണ്ട്. ടീക്കുട്ടി പിന്നെ എവിടെ പോയാലും ഫ്രൂട്ട്സിൻ്റെ ആളാണ്. ഡാഡി ബാത്തിലാണ്, വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ നേരിനി എവിടെയാണ് പോകുന്നത് മോളെ? മുംബൈ. നമ്മളിനി ഷോപ്പിംഗ് വീഡിയോ വരുന്നുണ്ട് മുംബൈയിൽ. ഇവിടെ നമുക്ക് ലക്ഷദ്വീപിൽ ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഒരൊറ്റ സംഭവം പോലും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ പേര് റൂംസിന് എത്രയാണ് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രൂയിസിന്. നമ്മളെടുത്ത റൂമിന് എനിക്ക് തോന്നുന്നു 1,50,000 ആണ്. പിന്നെ ഷോറിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിന് വേറെയും ചാർജ് വരും കേട്ടോ. ദേ ഇപ്പം മോർണിംഗ് ആയി വരുന്നു. നിങ്ങൾക്ക് വേവ്സ് കാണാൻ പറ്റുന്നുണ്ടടാ. അങ്ങനെ ഗൈസ് നമ്മുടെ ഡാഡിയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ലഞ്ച് എല്ലാം കഴിഞ്ഞ്, സോറി ലഞ്ചല്ലടാ, സോറി ബ്രേക്ക്ഫാസ്റ്റ്. ചിയേഴ്സ് ഉണ്ടാക്കും. ഓക്കെ. ഇവിടെ ഓക്കെ. ടീക്കുട്ടിക്കാണെങ്കിലും ഈ ചിയേഴ്സ് ചെയ്യൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ പോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു. ഓക്കേടാ. എനിക്ക് ഞാൻ എങ്ങനെ ശരി പിടിക്ക്. ഓക്കെ, ടുഡേസ് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ക്രൂയിസ്. അങ്ങനെ നമ്മൾ മുംബൈ ITC മറാത്ത നമ്മളിവിടെയാണ് ഗൈസ് സ്റ്റേ ചെയ്യുന്നത് ഇനി ഒരു 2 ദിവസം. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഇവിടെയാണ് നമ്മൾ ഈ 2 days ലീവ് ചെയ്യുന്നത്, ITC മറാത്ത. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്കിങ്ങിന് അത്യാവശ്യം നല്ലൊരു പ്രൊസീജിയർ തന്നെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എക്സ്പെൻസ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നപ്പം എനിക്ക് തോന്നുന്നു 18,000 ആ ഒരു റേഞ്ചിലായിരുന്നു വന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും നല്ല സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ ബാഗ് തന്നെ നമുക്ക് വിട്ടുകിട്ടിയിട്ടില്ല അല്ലേ ടിയ? ബാഗ് തന്നെ വിട്ടുകിട്ടിയില്ല. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും തന്നെ വിചാരിക്കുന്നു ഗൈസ്. ഓ മൈ ഗോഡ് ടിയ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. മൊത്തം ഫോറിനേഴ്സ് ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. ക്രിസ്മസിൻ്റെ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടിയ സീ ഹിയർ, ഇവിടെ നോക്കി, ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തടാ ഇവിടെ. ചിപ്പി, ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെയൊക്കെ നോക്കിയേ, ദേ ചിപ്പു, അതിൻ്റെ മേലെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വൈകാതെ കാണാമല്ലടാ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ബാക്കി ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ പാസ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഗൈസ്. ഇവിടെ അദ്ദിക്കുട്ടൻ കാറുകളൊന്നും നേരെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. ചുച്ചു ഇതാണ് നമ്മളെ ഒരു റെസ്റ്റ് റൂം എന്ന് പറയുന്നത്. ക്ലീനിൻ്റെ കാര്യത്തിലൊന്നും പറയേണ്ട ഗൈസ്, അതുകൊണ്ടായിരിക്കും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നതെന്ന് വിചാരിക്കുന്നു. ടീക്കുട്ടിക്ക് എത്ര കൈ കഴുകിയിട്ടും മതിയാവുന്നില്ല. ലോഷൻ എന്തിൻ്റെ സ്മെല്ലാണെന്നാ ടീയ പറഞ്ഞേ? എന്താ എന്തോ ഒരു സ്മെല്ല് പറഞ്ഞില്ലേ നീ? നിവ്യോ പോൺസോ
ഓ ഗൈസ്, ഇതൊരു അക്യൂറിയം നോക്കി. നമുക്ക് നമ്മുടെ ടൈം എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മൾ അതിന് വേണ്ടി നിൽക്കുകയാണ്. ഓ മൈ ഗോഡ് ഗൈസ്, സൂപ്പറായിട്ടില്ലേ? അതികുട്ട നമുക്ക് ടൈം ആയിട്ടില്ല കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാലേ നമുക്ക് റൂം കിട്ടത്തുള്ളൂ. നമുക്ക് റൂമിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇനി നമുക്ക് റൂം കിട്ടിയിട്ടില്ല ഗൈസ്. ഇറ്റ്സ് ബീൻ ലൈക്ക് 1 hour ആയി. ഇവിടെ ടീക്കുട്ടി അത്തിക്കുട്ടനെന്തേ കോഫി എല്ലാം കുടിച്ച് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂം കിട്ടാത്തത് കൊണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ കാർഡ് കിട്ടിയിരിക്കാം. നോക്കട്ടെ, കാർഡ് നോക്കട്ടെ. ലിഫ്റ്റ് എവിടെ? നമുക്ക് കാർഡ് നോക്കട്ടെ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ റൂം കീ. ലിഫ്റ്റ് കയറുന്നു. വെയിറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 11th ഫ്ലോറോ? അങ്ങനെ നമ്മൾ നമ്മളുടെ റൂം എത്തിയിരിക്കുകയാണ് ഗൈസ്. എത്തിയാ ഇവിടെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്നേ, ഇവിടെ ഇരുന്നേ. ഗൈസ്, ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത്. എൻ്റെ അമ്മ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിയൊരു റിസോർട്ടല്ല ഹോട്ടലിൽ താമസിക്കുന്നത്. ചിപ്പി, വ്യൂ എങ്ങനെയുണ്ടാ? ഓക്കെ ഗൈസ്, നമ്മുടെ റൂമിലോട്ട് പോവാം. ഇതിലെവിടെയാണ് പോകുന്നതെന്നൊരു ഐഡിയ ഇല്ല. എന്നിട്ട് വേണം നമുക്കിനി ഷോപ്പിങ്ങിന് പോകാൻ. എവിടെയാടാ? ആൻഡ് ഫൈനലി ദിസ് ഈസ് അവർ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, ശരി, വെൽക്കം പറയടാ. ഓക്കെ, അങ്ങോട്ട് നടന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 17,000-18,000 ആട്ടോ. നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് തന്നത് നമ്മുടെ ക്ലബ് ട്രാവലേറ്റ് ആട്ടോ. നമ്മുടെ ടൂറിസ്റ്റ് പാർട്ട്ണർ അവർ ശരിക്കും ഗൈസ് അഫോർഡബിൾ റേറ്റിന് തന്നെ നമുക്ക് കിട്ടും. ഞാൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിനേക്കാളും കൂടെ ഹയർ പ്രൈസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാലടാ. യെസ്, ഓക്കെ, ഫൈൻ ഗൈസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ്. അദ്ദിക്കുട്ടൻ കുറച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തേ. കാണാൻ സീനറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സീനറി ഒന്നുമല്ല, അങ്ങനെ എത്ര വലിയ സീനറി ഒന്നുമില്ല. പക്ഷേ റൂമെല്ലാം സ്പേഷ്യസ് ആണ്, സൂപ്പറാണ് കേട്ടോ. ടീക്കുട്ടി ഇത് നോക്കട്ടെ. കള്ളിപ്പെണ്ണ് ഗൈസ്. നമ്മൾ ഈ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ആരുടെയോ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ ടീക്കുട്ടി എന്തെന്നറിയോ, അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരികെ കള്ളിപ്പെണ്ണ് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലോട്ട് പോയി ഒന്ന് പുറത്തോട്ട് വന്നത് അവർ വിചാരിച്ചു നമ്മളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണോ എന്ന് ഗൈസ്. അങ്ങനെ ടീക്കുട്ടിക്കും റിട്ടേൺ ഗിഫ്റ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവരവിടെ നിന്ന് കൊടുത്തതാണ് ഈ ഒരു റിട്ടേൺ ഗിഫ്റ്റ്. നമുക്കിതൊരു അൺബോക്സിങ് ചെയ്യാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളെത്തി ഹോട്ടൽ റൂമിൽ. ഇനി നന്നായിട്ടൊന്ന് കുളിക്കണം ഗൈസ്. വി ആർ സോ ടയേർഡ്. നോക്കട്ടെ ഡാഡി, അത് കള്ളിപ്പെണ്ണാണ്. എങ്ങനെ ഞാൻ തന്നെ പിടിക്കണം ഡാഡി, അല്ലാതെ വേറെ ആരും പിടിക്കില്ല. ഏതോ ഒരു ഹിന്ദിക്കാരുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ ഗിഫ്റ്റും ഒരു മടിയില്ലാതെ വാങ്ങിച്ചിട്ട് വരുന്നത് നമ്മുടെ ടീക്കുട്ടി. ഓക്കെ, എനിക്ക് വയ്യ ഗൈസ്. നമുക്ക് ഇനി റൂമിൽ പോയിട്ട് ഈ കുഞ്ഞുവാവകളുടെ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് നോക്കാം കേട്ടോ. ദേ ഗൈസ്, രാത്രിയിൽ നമ്മുടെ ഹോട്ടലിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഗൈസ്. ഒന്ന് നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയേ ഗൈസ്. അങ്ങനെ നമ്മൾ 7th ബർത്ത്ഡേ പാർട്ടി ഏതോ ഒരു ഹിന്ദിക്കാരൻ കൂട്ടി അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഏതോ ഒരു ഹിന്ദിക്കാരൻ കൂട്ടിയുടെ 7th ബർത്ത്ഡേ പാർട്ടിയിലോട്ട് പോയിട്ടൊരു റിട്ടേൺ ഗിഫ്റ്റ് കൊണ്ടുവന്ന കേട്ടോ. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ എല്ലാം റിട്ടേൺ ഗിഫ്റ്റ്സ് സെറ്റാക്കാം. ആദ്യം തന്നെ ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് അൺബോക്സ് ചെയ്തതിൽ എന്താണ് സംഭവങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് റിട്ടേൺ, ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഒരു 500 എങ്കിലും ഉണ്ടാവും അല്ലേ ടിയാ? കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാം. അങ്ങനെ നമ്മളത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് ഗേൾസിൻ്റെയാ? ഓക്കെ, ആഹാ, ഒരു സെറ്റടാ, സേവിങ് സെറ്റ്. ഇത് ഞാൻ തന്നെ ചുമക്കണ്ട്. സേവ് ചെയ്യണത് കോയിൻ. അയ്യോ കൃഷ്ണ, എന്താ ഇതില് പൈസ ഇട്ട് വയ്ക്കാം. സ്പെൻഡ് ഡൊണേറ്റ്. ഓക്കെ, ഡൊണേറ്റ് ഉണ്ടാവില്ല അല്ലേ? ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെയാ? പിന്നെ ഇത് അങ്ങനെയല്ല, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, മൊത്തം എടുക്കാൻ പറ്റും.
ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി മാർക്കർ സ്പ്രേ. ഇതിന്റെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ആണ്. 2000-ന്റെ ഒരു അതിന്റെ റേഞ്ച് വരുന്ന ഒരു ബ്രാൻഡാട്ടോ. നല്ല വലിയ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ പിന്നെ കവറൊന്നും ചെയ്തില്ല ഗൈസ്. ഇവളുണ്ടല്ലോ ഗൈസ്, ഒരു മടിയില്ലാതെ പോയി റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്ന ആളാണ് ഗൈസ്. ഇതുപോലെ കേട്ടോ സ്പ്രേ ചെയ്യണം. അതായത് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്യാം. നമുക്കൊരു ദിവസം അൺബോക്സിങ് ചെയ്യാലടാ അല്ലേ?